ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, എൻ്റെ മകൻ എനിക്ക് തന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് ആയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ രണ്ടാളും കൂടി സ്കൂട്ടിയിൽ പോവുകയാണ്. എവിടത്തേക്കാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഒക്കെ അവർ കരുതിക്കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് തരാൻ വേണ്ടി. അങ്ങനെ ഇപ്പോൾ എൻ്റെ മൂത്ത മകൻ ഷിയാസ് ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊറിയർ വഴി പയ്യന്നൂർ പോയിട്ടാണ് അവർ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ കൊറിയർ ഓഫീസ് പയ്യന്നൂരാണ്. അപ്പോൾ അവിടത്തേക്കാണ് ഇപ്പോൾ രണ്ടുപേരും പോകുന്നത്. ഇത് സത്യത്തിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അവർ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ പയ്യന്നൂരേക്ക് വിടുകയാണ്. അപ്പോൾ ഇതാ അവർ പയ്യന്നൂർ എത്തിയിട്ടുണ്ട്. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ ഒരു ഗിഫ്റ്റ് കളക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അവിടെയാണ് അതിൻ്റെ ഓഫീസെന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ തിരിച്ചെത്തി കഴിഞ്ഞിട്ടും എനിക്ക് ഈ ഒരു സംഭവം അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാളും കൂടി മുകളിലേക്ക് പോയിട്ട് ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെറ്റാക്കിയതിന് ശേഷമാണ് എൻ്റെ കയ്യിലേക്ക് തന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടി അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതൊക്കെ ഇവർ പ്ലാൻഡായിട്ട് മൂന്നാളും കൂടി ചെയ്തു വെച്ചൊരു പദ്ധതിയാണ്. നമ്മളിതിൽ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ എന്താ പറയുക, നല്ലൊരു ജ്യേഷ്ഠൻ മൂത്ത മകൻ വിളിച്ചിട്ട് അവർക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ നല്ലൊരു ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കയ്യോറൊക്കെ ഇട്ടിട്ട്. കാരണം ഇത് എവിടുന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇത് ഓൺലൈനിൽ അവൻ ബുക്ക് ചെയ്തിട്ട് കൊറിയർ വഴി എത്തിയതല്ലേ. അപ്പോൾ അതിന് വേണ്ടി അതുകൊണ്ട് തന്നെ അവർ ഹെൽത്തിൻ്റെ എല്ലാ ഒരു ഇതും നോക്കിയിട്ട് തന്നെയാണ് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കയ്യോറൊക്കെ ഇട്ടിട്ടാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ നീറ്റായിട്ട് സാനിറ്റൈസർ കൊണ്ട് അവർ മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട്, അതായത് ഇവർക്ക് സ്കൂള് തുറക്കാനാകുന്ന സമയം തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ട്രൈപോഡ് വേണമെന്ന്. പിന്നെയാണ് കോവിഡും മറ്റൊക്കെ വന്നപ്പോഴത് പിന്നെ ഞാനത് അത്ര ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മോനത് ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ഈ കൊറിയറൊക്കെ ചാലു ആയതിന് ശേഷം അവൻ അവിടെ നിന്ന് ഓർഡർ കൊടുത്തതാണ്. അപ്പോൾ അതാണ് ഈ സംഭവം. കാരണം കുട്ടികൾക്ക് സ്കൂള് അവർ ക്ലാസ്സിന് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ എടുക്കണമെങ്കിൽ പറ്റില്ല ഇതില്ലാതെ. പിന്നെ ഇവരുടെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ ഇവരുടെ സൗകര്യം നോക്കി വേണം നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവന് സർപ്രൈസായിട്ട് തന്നെ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു സമയത്ത് ഇതുപോലെ ഈ കൊറോണയൊക്കെ ഉള്ള കാലമായതുകൊണ്ട് ഇതുപോലെയൊക്കെ നമുക്ക് ഓൺലൈനിൽ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടോ, നല്ല നീറ്റായിട്ട് സാനിറ്റൈസറൊക്കെ ഇട്ട് തുടച്ചെടുക്കുകയാണ് അവൻ. ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി. കാരണം എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ്, അതും നമുക്ക് ഏറ്റവും ഒരു ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റ് തന്നെ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ താങ്ക്സ് ഷിയ, ഒരുപാട് താങ്ക്സ്. എന്നേക്കാളൊക്കെ ഒരുപാട് സന്തോഷം ഇവർക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കില്ലല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസത്തിലാണ് രണ്ടാളും. അപ്പോൾ ഇവർ ഏതെങ്കിലും ഇവരുടേതായ ഒരു പ്രവൃത്തികളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വാ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡും തയ്യാറെടുപ്പൊക്കെ വരുന്നത്. അപ്പോഴായിരിക്കും ഇവരെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രശ്നമില്ല, കുട്ടികൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവരൊന്നും പറയില്ല. പക്ഷേ അവർക്ക് ഒരുപാട് സന്തോഷമായി ഇത് കണ്ടപ്പോൾ. ഇനിയിപ്പോൾ ആരെയും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നല്ലൊരു കമ്പനിയും അതുപോലെ തന്നെ നല്ലൊരു ട്രൈപോഡും തന്നെയാണ്. എൻ്റെ മൂത്ത മകന് ഇതിലൊക്കെ നല്ലൊരു അറിവാണ് ഇതിനെക്കുറിച്ചൊക്കെ. മൊബൈലായാലും ലാപ്ടോപ്പായാലും അങ്ങനെ കമ്പ്യൂട്ടറൊക്കെ അവന് ഭയങ്കര അറിവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പനി തന്നെയാണ് അവന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ ഒരു ട്രൈപോഡിൽ എല്ലാവരും ഫസ്റ്റ് പാല് കാച്ചലാണല്ലേ. ഞാൻ പക്ഷേ ഇതിൽ
ചായ ആണൊന്ന് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.